നമ്മുടെ അവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചേട്ടാ. ഇതിൻ്റെ പൂവാണേ, നല്ല ഭംഗിയായിരുന്നു പൂ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഇത് ചീരയാണ് കേട്ടോ. ഇതിൻ്റെ പേര് പൊന്നാങ്ങൻ ഇതാണ് ചൂടമാണ് ചേട്ടാ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ചെയ്ത് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ തക്കാളി നട്ടു. കുറച്ച് പേരൊക്കെ എനിക്ക് അറിയാത്ത ആൾക്കാരൊക്കെ എനിക്ക് വന്ന് കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. നാട്ടിൽ പോയി വന്നതിന് ശേഷമുള്ളൊരു ക്ലീനിങ് ആണ്. ഇപ്പോൾ ഈ കിച്ചണിൻ്റെ അവസ്ഥ മക്കൾ സ്കൂളിൽ പോയതിന് ശേഷമുള്ള അവസ്ഥയാണ് കേട്ടോ. ഒരു അടിമുടി ഒരു ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഇന്ന് എൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടില്ല. അന്നമ്മ എൻ്റെ പിന്നെ സ്കൂളിൽ പോയി. കാരണം ഞാൻ നേരത്തെ കണ്ടു തന്നില്ലേ എൻ്റെ ഈ പാത്രങ്ങളും കണ്ട എന്തോരം ഈ പാത്രങ്ങളും ഒക്കെ എനിക്ക് ഇനി കഴുകി ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കുന്നത്. ഇതാണ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥ. അപ്പം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈയുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ അത് റെഡാണ്, ഉള്ളിൽ റെഡുള്ള ഡ്രാഗൺ ഫ്രൂട്ടില്ല. അതാണ് എനിക്ക് തന്നത്. ഞങ്ങളുടെ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിലത്തെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടല്ല, എൻ്റെ ഒരു ചേച്ചിയുടെ പോലെ ഞാൻ കരുതണം. എൻ്റെ ഒരു ചേച്ചി തന്നതാ. അവിടെ കാറ്റസത്തിന് എന്തായാലും അവിടെ കുറേ സമയം കുറ്റിടിച്ചിരിക്കണം. 1 മണിയാവും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ. അപ്പം അത്രയും സമയം ഞാനിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ എനിക്ക് കൊണ്ടുതന്നതാണ് ചേച്ചി. അപ്പോൾ അത് കുഴിച്ചിടണം, പിന്നെ ചെടി നനയ്ക്കണം, പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം, പിന്നെ ഒന്ന് കുളിക്കണം. പിന്നെ അതിനേക്കാൾ മുന്നേ തുടയ്ക്കൽ, പൊടി തട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് പൊടിയൊക്കെ തൂക്കിടാൻ വലിയത് ഉണ്ടാവില്ലേ, പക്ഷെ എന്നാലും മുകളിലൊക്കെ ആഴ്ചയിലൊരിക്കലൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ അത്യാവശ്യം പൊടികളൊക്കെ. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പണിയുണ്ട്. അതിനേക്കാൾ മുന്നേ ഒരു കാപ്പി കുടിച്ചിട്ട് അങ്ങോട്ട് ആവാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈശോയും കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു എനർജി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് കാപ്പി കുടിക്കാം. ചിയേഴ്സ്. മധുരം കൂടി, അല്ലെങ്കിൽ തോന്നിയതായിരിക്കും മധുരം കൂടുന്നു. അത്രയും ഇടണമെന്ന് വിചാരിച്ചതാ, പിന്നെ അങ്ങനെ വിചാരിച്ചിട്ടാണ് മധുരം ഉണ്ട്. അങ്ങനെ കാപ്പി കൂടി കഴിഞ്ഞു. ഇനി റെസ്റ്റ് ചെയ്യാൻ പറ്റിയ പണിയോട് പണിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ കഴിച്ചു പോയി എൻ്റെ കുറച്ച് വേസ്റ്റുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ എൻ്റെ അമ്മോട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണല്ലോ. ഇപ്പോൾ ഞാൻ അമ്മേനെയാണോ മമ്മീനെയാണോ വിളിക്കണമെന്നൊരു ഓർമ്മ കിട്ടണില്ല കേട്ടോ. ആരൊക്കെയോ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യുമ്പോഴേ നമ്മുടെ പണികൾ ഇങ്ങനെ കഴിയണത് നമ്മൾ അറിയില്ല. നമ്മുടെ പണികൾ കഴിയും ചെയ്യും, ഇവരോട് സംസാരിക്കുകയും ചെയ്യും. ഒരു നേരം പോക്കുണ്ട്. നമ്മുടെ വീട്ടിൽ പിന്നെ തന്നെയല്ലേ ഉള്ളൂ, പാച്ചു മാത്രമാണ് പിന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചെയ്യും. മമ്മീനെ വിളിക്കും, അമ്മേനെ വിളിക്കും, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും. അതുകൊണ്ടൊരു ഗുണം കേട്ടോ, എപ്പോഴും അവരായിട്ട് കണക്റ്റഡായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ ഈ ഫോൺ വിളി. പക്ഷേ ഒരുപാട് ആൾക്കാരൊന്നും വിളിക്കില്ല. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, റിജി. പിന്നെ എൻ്റെ ശ്രുതികുട്ടീനെ വിളിക്കും. അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ വിളിച്ച് സംസാരിക്കും. ഇന്ന് ഇഡലി ആയിരുന്നു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഇഡലി നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷേ പാത്രങ്ങൾ കഴുകാനാണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കുതിർത്തിയിട്ട് വേണം നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെക്കാനൊക്കെ വേണ്ടി. കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തിയാക്കിയിട്ട് വെക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. ഈ ശീലം നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ, റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് മാത്രം. അതേ വരെ ഒരു മടി പിടിച്ചൊരവസ്ഥയാണ്. നാട്ടിൽ പോകണൊരു സുഖമൊന്നും തിരിച്ചു വരുമ്പില്ല കേട്ടോ. നമ്മൾ പോകുമ്പോൾ അപ്പോഴും ഒരു ഹറിബറിയാണ്. പോകുമ്പോഴെല്ലാം അത് ഒതുക്കി വെച്ചിട്ടൊക്കെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലോ പാത്രങ്ങളിലൊക്കെ ചിലപ്പോൾ അതിൽ പൂപ്പലൊക്കെ ഉണ്ടാവും, മാറാമ്പലൊക്കെ കൂട് കെട്ടിയിട്ടുണ്ടാവും. അതൊക്കെ വൃത്തിയാക്കി വീട് പഴയ പോലെ ആക്കണമെങ്കിൽ ഇത്തിരി പാടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാനൊന്നും തോന്നി. അതുമാത്രമല്ല, നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും പണികളൊന്നും ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ അമ്മമാരുണ്ടാവില്ല, അവരുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഇത് കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ ഫുൾ എല്ലാ പണികളും നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് വീഴാനായിട്ട് എനിക്ക് 2 ദിവസം എടുത്തു കേട്ടോ. 2 ദിവസം ഒന്നും ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല എൻ്റെ അടുക്കള. അപ്പോൾ ഞാനിപ്പോൾ വീട് റീസ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാൻ എവിടെയാണ് കൂടുതൽ നേരം ആയിരിക്കുന്നത് അവിടെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ മാതാവിൻ്റെയോ ഈശോൻ്റെയോ ഒക്കെ രൂപം ഞാൻ കൊണ്ടുവയ്ക്കും. രൂപമല്ല, ഫോട്ടോയാണ് കൂടുതലും കൊണ്ടുവയ്ക്കാറ് കേട്ടോ.
അപ്പം അങ്ങനെ നമ്മളിപ്പോൾ കുറേ നേരം അവിടെ നിന്ന് കുക്കിങ് ചെയ്യുമ്പോൾ ഇവരുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ദൈവമേ എന്നുള്ളൊരു ചിന്ത വരും. പിന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ അത് കാരണം ആ ഒരു പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എൻ്റെ ഈ ശീലം. അപ്പം നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് എനിക്ക് പറ്റാറുണ്ട്. അപ്പോൾ നല്ലത് മാത്രം ചിന്തിക്കാനും പറ്റും. അപ്പോൾ മറ്റുള്ള അങ്ങനെ കുറ്റങ്ങളോ അങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ദൈവത്തിൻ്റെ രൂപം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് ഒന്ന് ജോലി ചെയ്ത് വയ്ക്കാൻ ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും കേട്ടോ. അത് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, എല്ലാവർക്കും ഇത് അപ്ലിക്കബിളാണ്. ഇന്ന് ഫുൾ ടൈം ക്ലീനിങ് ചെയ്യാന്നുള്ളൊരു ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി എന്ത് വെക്കണം എന്നുള്ളൊരു ടെൻഷനൊന്നുമില്ല. കാരണം മമ്മി എല്ലാ കറിയും തന്നയച്ചിട്ടുണ്ടല്ലോ. 2-3 ദിവസത്തേക്ക് കറിയുടെ കാര്യം എനിക്ക് ചിന്തിക്കേണ്ട. പിന്നെ എനിക്ക് ഒരുപാട് തരം കറികളൊന്നും വേണ്ട കേട്ടോ. ഒരു തരം കറി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സുഖമായിട്ട് ചോറുണ്ണും. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ മക്കളും ചേട്ടനൊക്കെ അങ്ങനെ തന്നെ. ഒരു ചാറ് കറി ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും വറുക്കാനായിട്ടുള്ളത് ഉണ്ടെങ്കിൽ സുഖമായിട്ടുണ്ടും. അപ്പം ഞാനും വിചാരിക്കും ദൈവമേ ഇവിടെ ട്രിവാൻഡ്രംകാരും കൊല്ലംകാരും ഒക്കെ എത്ര തരം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു ദൈവം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കണ്ടേ. ഇപ്പം ചിലവർക്ക് അതങ്ങനെ ശീലിച്ച് വന്നവർക്ക് അതങ്ങനെ തന്നെ വേണം എന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ തൃശ്ശൂർ പക്ഷേ ഇത്രയധികം കറികൾ ഇങ്ങനെ വെക്കണം ഞങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു മീൻ കറിയും വറുത്തത് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറുണ്ടാം. പിന്നെ കാലത്ത് വെച്ച ഉപ്പേരി ഏതാണോ അതന്നെ ഉണ്ടെങ്കിൽ മാത്രം വൈകുന്നേരം അതെടുക്കും. ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോഴാണ് ഇവിടുത്തുകാർ ഒരു നേരത്തിന്, അതായത് ഉച്ച നേരത്തിന് ഉച്ചയൂണ് കഴിക്കാനായിട്ട് ഒരു 3-4 തരം കറികളൊക്കെ ഒരുക്കുമെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ ക്വാർട്ടേഴ്സിലോട്ട് താമസം മാറിയപ്പോൾ ക്വാർട്ടേഴ്സിലാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ജില്ലക്കാരൊക്കെ ഉണ്ടായിരുന്നു. തമിഴും ഹിന്ദിക്കാരും പിന്നെ കേരളത്തിലെ 14 ജില്ലകളിൽ ഉള്ള 14 ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു 8 ജില്ലകളോളം ഉള്ള ആൾക്കാരായിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ എൻ്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നു. അതിലൊരു കണ്ണൂരുകാരുണ്ടായിരുന്നു, മലപ്പുറം, ആലപ്പുഴ, പിന്നെ കാസർഗോഡ്, കൊല്ലം, അങ്ങനെ കുറച്ച് അങ്ങനെ ഫാമിലീസൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല കമ്പനിയാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായി കേട്ടോ ദൈവം അവരെത്ര തരം കറികളൊക്കെ ഒരുക്കുക. അതിൽ ഏറ്റവും കുറവ് തരം ഒരുക്കുന്നത് ഞാൻ മാത്രമായിരുന്നു. എനിക്കത് കാരണം അവനൊരുപാട് കറികളുണ്ടാക്കണ ആൾക്കാരോടൊക്കെ എന്തൊരു ബഹുമാനം എന്നറിയോ. എത്ര കഷ്ടപ്പെട്ടുണ്ടാവും അവർ ഈ 2 തരം കറികൾ തന്നെ ഉണ്ടാക്കാൻ. ഞാൻ എത്ര കഷ്ടപ്പെടണമെന്ന് എനിക്കറിയാം. അപ്പോൾ അവരെത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചെയ്യുക അല്ലേ. എനിക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയവും വേണം. ചിലരൊക്കെ സ്പീഡിൽ ചെയ്യണവരുണ്ട് കേട്ടോ. എൻ്റെ ചേട്ടനൊക്കെ നന്നായി സ്പീഡിൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഇത്തിരി സ്ലോ ആണ് ഞാൻ ചെയ്യാനായിട്ട്. അതിനിടയിൽ ഇത്രയും തരം കറികളൊക്കെ ഒരുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ എത്ര വലിയ അനുഗ്രഹദൈവം കൊടുത്തേക്കണം, എനിക്ക് പറ്റില്ല കേട്ടോ. ഇത് കണ്ട ലോട്ട് ഓഫ് പാത്രംസ് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എത്ര കഴുകിയാലും വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കഴുകി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഞാൻ എടുക്കുന്ന പാത്രമൊക്കെ അപ്പാപ്പ കഴുകി വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കും കേട്ടോ. പക്ഷേ എപ്പോഴും സിങ്കിൽ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചായപാത്ര ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ കാണും. ഈ സിങ്ക് ഒഴിഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്, ഇവിടെ അങ്ങനെ തന്നെയാണ്. എങ്ങനെ അലങ്കോലമായിട്ട് കിടന്നിട്ട് കിച്ചണ ഒന്ന് സുന്ദരിയാക്കി ഞാൻ. അങ്ങനെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഗ്യാസും കൊണ്ടുവന്നു. കാലുകുറ്റിയാണെങ്കിൽ ഈ വർക്ക് ഏരിയയിലാണ് ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ അതും കൊണ്ടുപോയി കൊടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ പുറത്തന്നെ കൊണ്ടുവയ്ക്കണതാണ്. ഇത് പിന്നെ വലിയ വെയിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പുറത്തെ ജോലികളൊക്കെ ചെയ്യണതിനേക്കാളൊക്കെ മുന്നേ ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവരുടെ അച്ഛനമ്മേനെയൊക്കെ നമ്മൾ വാഴലയിൽ പൊള്ളിച്ച് കഴിച്ചു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഞാൻ ഭയങ്കര സൈക്കോ ആണെന്നല്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് പോലെ നമ്മൾ വീട്ടിൽ വളർത്തി കഴിക്കണമെന്ന് മാത്രം, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. നമ്മുടെ മീൻകുട്ടികൾക്ക് തീറ്റ കൊടുത്തതാ. ഇപ്പോൾ കുഞ്ഞു മീനുകളായതുകൊണ്ട് കുഞ്ഞു പെല്ലറ്റ്സ് കണ്ട കുഞ്ഞിതാ ഇത്ര ഇതിൻ്റെ കണ്ട ഇത് കാണുന്നുണ്ട്. അത് കുഞ്ഞു സാധനങ്ങളാണ്. ഇത് കൊടുത്തു. ഇനി നാട്ടിൽ പോയി ആ ചെടികളുടെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ.
ഇവർക്ക് കറക്റ്റ് സമയത്തിന് വെള്ളം കിട്ടുമോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം തൊട്ടടുത്തുള്ള ഞങ്ങളുടെ നെയ്ബേഴ്സിനോടൊക്കെ പറയും ഏതെങ്കിലും ഒരു നേരം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന്. ഇപ്പം ഈ ഓണത്തിൻ്റെ അവധിക്ക് പോയപ്പോൾ ഇടയ്ക്ക് ഒരു മഴയൊക്കെ കിട്ടിയ കാരണം വലിയ കുഴപ്പമില്ല, എന്നാലും ചെറിയ വാട്ടമൊക്കെ ഉണ്ട് കേട്ടോ ചെടികൾക്ക്. അതുകൊണ്ട് ഞാൻ ദിവസം 2 നേരം ചെടിയൊക്കെ നനച്ച് കൊടുക്കും. ഞങ്ങൾ മുകളിലേക്ക് വളർത്തിയ ചെടി കണ്ടോ ഇങ്ങനെ കുറേ താഴത്തേക്ക് ഞണ്ട് കിടക്കുന്നത്. ഇത് ഞങ്ങൾ മൂന്നാറിൽ നിന്ന് വാങ്ങിയതാണ്. മൂന്നാറിലാണെങ്കിൽ നല്ല റെഡ് കളർ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കായിരുന്നു. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇത് വളർത്തിയത്. പക്ഷേ ഇവിടെ പൂവൊന്നും കറക്റ്റായിട്ടൊന്നും ഉണ്ടാവണില്ല. ഇത് ഈ ഒരു വർഷം കൊണ്ട് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ഞങ്ങളത് പറിച്ചു കളയും. അതെ, നമ്മുടെ അവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചേട്ടാ. ഇതിൻ്റെ പൂവാണേ, നല്ല ഭംഗിയായിരുന്നു പൂ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. കണ്ടത് ഉണ്ടായി തുടങ്ങണം കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ട് പിടിക്കണതാ. ഞങ്ങൾ ഇതുമ്പോൾ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ ആദ്യമായിട്ട് പിടിക്കണതാ കണ്ട ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ ഈ പോണത് എങ്ങനെയാണെന്നറിയോ, പോട്ട് മിക്സ് തയ്യാറാക്കാനാട്ടാ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പള്ളിയിൽ നിന്നൊരു ചേച്ചി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈ തന്നിട്ടുണ്ടെന്ന്. അപ്പം അത് നടാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണെടുക്കാൻ പോണതാണത്. അത് ഓൾറെഡി ചേട്ടൻ മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും വേറെ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ടേ. അപ്പം അതിൽ ചേട്ടൻ ഇങ്ങനെ പുല്ലൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു, അതിങ്ങനെ ചീഞ്ഞ് അത് വളാവാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ആ ഒരു ചട്ടി എടുത്ത് കൊണ്ടുവരാനാണ് ഞാനീ പോണത്. കുറച്ച് നാളൊരു ഉപയോഗമില്ലാതെ ഇരിക്കണ കാരണം ആ ചട്ടിയിലൊക്കെ ഒച്ചുകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഒച്ചിനൊക്കെ ഞാൻ എടുത്ത് നല്ല ഒടുക്കത്തെ ഭാരമായിരുന്നു കേട്ടോ. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചില്ല ഇത്രയും ഭാരം ഉണ്ടാവുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം വെച്ചിട്ടാണ് ഞാൻ ഈ ചെടി അവിടെ കൊണ്ട് വെച്ചത്. നമ്മൾ ഒരു ചെടി നടുമ്പോൾ അപ്പം തന്നെ വെയിലത്ത് കൊണ്ട് വയ്ക്കാനും പാടില്ലല്ലോ. നല്ല തണലത്ത് വെച്ച് വേര് പിടിച്ചിട്ട് വേണം അത് പുറത്ത് കൊണ്ട് വയ്ക്കാൻ. നേരം വല്ലാണ്ടൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങോട്ട് പൊന്തിച്ച് കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വിയർത്തു. കുറച്ച് നാളായിട്ട് ഉപയോഗമില്ലാതെ ഇരിക്കുന്ന മണ്ണായതുകൊണ്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ കുറച്ച് ചകിരിച്ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ചെടിയൊക്കെ നടാനായിട്ട്. വേറെ വളങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഞാൻ വാങ്ങി വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ഓൾറെഡി നമ്മൾ വളം ചെയ്ത മണ്ണാണ്. അതിൽ നമ്മളിനി ചെടി നട്ടതിന് ശേഷം വളം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇത് പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ കുറച്ച് ചകിരിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഇത് ചേട്ടൻ എന്തോ നടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേട്ടൻ്റെ നടലൊന്നും നടന്നില്ല. അപ്പം ചേട്ടൻ പറഞ്ഞു ആ ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് തന്നിട്ട് നശിപ്പിച്ച് കളയണ്ട, ഇതിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ വയ്ക്കാമെന്ന്. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ ഇങ്ങനെ പുല്ലൊക്കെ വാരി ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ നിറയെ ഒച്ചുകൾ, അതിനൊക്കെ കൊന്നിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒച്ചുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ മുഴുവൻ തിന്നു തീർക്കും. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് എന്താ ചേച്ചി തന്നതല്ലേ ഒന്ന് നശിപ്പിച്ച് കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചട്ടിയിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞു. അപ്പം അതാണ് ഞാൻ ഈ ചട്ടിയിൽ വയ്ക്കാൻ പോണേ. ഇത്ര മതി. നമുക്ക് തണലിൽ വെക്കണം അത്യാവശ്യം. കുറച്ച് നാൾ നട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ തണലിൽ വെക്കണം, അല്ലെങ്കിൽ വേര് പിടിക്കില്ല എന്ന് പറയും ചേട്ടൻ. ചേട്ടനാണ് കൃഷി ചെയ്യാനൊക്കെ എന്നെ പഠിപ്പിച്ച, വലിയ പഠിക്കലൊന്നും ഇല്ല. എന്നാലും ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാൻ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ. എനിക്കൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, വെള്ളം ഒഴിക്കാൻ വരെ മടിയായിരുന്നു. അപ്പോൾ ചേട്ടൻ പറയും എനിക്ക് ഇങ്ങനെ തോന്നണേ ചെടികൾക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ടിരിക്കാൻ. അപ്പം എനിക്ക് തോന്നി ചേട്ടൻ പറഞ്ഞത് ശരിയാണല്ലോ, അപ്പോൾ പിന്നെ ചെയ്യാം. അപ്പം എനിക്കൊരാഗ്രഹം എപ്പോഴും പറയാം, ഒന്നും വെച്ചുണ്ടാക്കില്ല നീ മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ കണ്ടുപിടിക്കും, അവരൊക്കെ എന്തോരം സാധനങ്ങളെ വെച്ചുണ്ടാക്കണമെന്ന് പറയും. അപ്പോൾ പെണ്ണുങ്ങൾക്കായി അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവില്ല. നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. തമാശയ്ക്കാണ് കേട്ടോ. അടുക്കളത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും പെണ്ണുങ്ങളുടെ ഡ്യൂട്ടിയാണല്ലോ. എനിക്കാണെങ്കിൽ അതിലൊക്കെ ഭയങ്കര പടിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊന്ന് തുടങ്ങാം, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ചെയ്ത് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ തക്കാളി നട്ടു. ദൈവമേ എപ്പോഴാണ് മനസ്സിലായേ ഈ ചെടികളൊക്കെ നമ്മൾ കുട്ടികളെ പോലെ പരിപാലിച്ച് കൊണ്ടുവരണം. തക്കാളിക്കാണെങ്കിൽ എപ്പോഴും കേടുവരും. അപ്പോൾ ഞാൻ നെറ്റിൽ തപ്പി നോക്കും, കാരണം ചേട്ടൻ്റെ മുന്നിൽ തോൽവി സമ്മതിക്കാൻ പറ്റില്ലല്ലോ. നോക്കുമ്പോൾ അപ്പറയും ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഉലുവരച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ ഒഴിക്കണം. പിന്നെ സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെയാണ് പേരുകളൊക്കെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമായതാണ് കേട്ടോ. ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും ഇങ്ങനെ വെള്ളമില്ലാണ്ട് ഇങ്ങനെ കരിഞ്ഞ് നിൽക്കണതാണ് ഇപ്പോൾ സങ്കടം വരും. അപ്പം പിന്നെയാണ് റോസാ ചെടി വരുവാലും ഇങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങിയത്. അതാണെങ്കിൽ വലിയ കഷ്ടപ്പെടണ്ടല്ലോ, ഇടയ്ക്കൊക്കെ വളമൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയില്ലൊന്നും. അപ്പോഴുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയേക്കണം. അപ്പോൾ അന്നമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്
ഒരു വികാരമില്ലാത്ത ഫ്രൂട്ടാണ് ശരിക്കും. ഒരു രസമില്ല അതിൻ്റെ ഉള്ളിൽ, വെറുതെ കേട്ടാ ഒരു ചവർപ്പുമില്ല, മധുരമില്ല, പുളിയില്ലാത്തൊരു ഫ്രൂട്ട് അല്ലേ. ഷെയ്ക്ക് അടിച്ച് കൊള്ളായിരിക്കും. അപ്പോൾ പിന്നെയും ചിലർ പറയുന്നത് റെഡ് കളർ ഡ്രാഗൺ ഫ്രൂട്ടിന് പിന്നെയും ടേസ്റ്റ് ഉണ്ടെന്ന്. എനിക്കറിയാൻ പാടില്ല, ഞാൻ അതേവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അത് വൈറ്റാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞത് റെഡാണ്, നീ കൊണ്ടുവച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ ആ ചേച്ചിയോട് ഒരുപാട് താങ്ക്സ്. എൻ്റെ സബ്സ്ക്രൈബറാണ്. എനിക്ക് പരിചയമുള്ള ആൾക്കാർ എനിക്കിപ്പോൾ സബ്സ്ക്രൈബറായിട്ടുള്ളൂ. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, എങ്ങനെയൊക്കെയോ കണ്ട് ആരൊക്കെയോ എന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യേണ്ട, ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, പേരുകളൊന്നും അറിയില്ല. കുറച്ച് പേരൊക്കെ എനിക്ക് അറിയാത്ത ആൾക്കാരൊക്കെ എനിക്ക് വന്ന് കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു മായ എന്ന് പറഞ്ഞൊരു ചേച്ചിയും, പിന്നെ വേറെ ഏതോ അങ്ങനെ 2-3 പേര് എനിക്ക് അറിയാത്ത കുറച്ച് പേരൊക്കെ എനിക്ക് വന്ന് ഇങ്ങനെ, ഒരു സുനിത എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി. അപ്പോൾ അവരും പറയും ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലൊക്കെ വന്നിങ്ങനെ അഭിപ്രായമൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തന്നു. പണിയുള്ളിലേക്ക് പോട്ടേട്ടാ. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ആ തയ്യൊക്കെ എടുത്തുകൊണ്ടിട്ടെ. കിട്ടിപ്പോയി. ഇതാണ് ചേച്ചി കൊണ്ടുവന്ന തെയ്യ്. ഇതിങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. അപ്പം ഞാൻ വെക്കട്ടെ. ഇതൊന്ന് തൊടിഞ്ഞതാണോ അത്? തൊടിഞ്ഞു പോയതാ, കുഴപ്പമില്ല. പിന്നെ ഇത് കണ്ട, ഇത് ചീരയാണ് കേട്ടോ. ഇതിൻ്റെ പേര് പൊന്നാങ്കണ്ണി ചീര എന്നാണ് അതിൻ്റെ പേര്. പക്ഷെ എല്ലാ ചീരകളും കണ്ണിന് നല്ലതാണ്, പക്ഷേ ഇത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്, ഒരു കൂർക്കേര ടേസ്റ്റ് എനിക്ക് തോന്നണേ. പരിപ്പിൽ ഒരു ദിവസം ഈ ചീരട്ട് വെച്ചപ്പോഴേ നല്ലൊരു കൂർക്കേര ടേസ്റ്റ്, നല്ല ടേസ്റ്റുള്ള ചീര കഴിക്കാനായിട്ട്. മറ്റുള്ള സാധാ ചീരകളൊക്കെ, ചില ചീരകളൊക്കെ കഴിക്കാനൊന്നും വലിയ രസം ഉണ്ടാവില്ലല്ലോ, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് വെച്ചിട്ട് കഴിക്കണതല്ല. ഇത് പക്ഷെ നല്ല രസത്തിൽ കഴിക്കാൻ പറ്റുന്ന ചീര. ഒരു ചേട്ടൻ വേരെന്തോ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കണതാ കണ്ട. ഇനി അത് നമുക്ക് നടണം. അത് ഇനിയിപ്പോൾ നടന്നു കഴിഞ്ഞാൽ കുറേ സമയം പോകും. അപ്പോൾ ഉച്ചത്തിൻ്റെ കാര്യം നടാം. അപ്പം നമ്മളിപ്പോൾ നട്ട് വെച്ചേക്കണില്ലേ, അതിലേക്ക് നമുക്കിനി സ്യൂഡോമോണസ് ഒന്ന് കലക്കി ഒഴിക്കണം. ഞാൻ അത് കാട്ടിത്തരാം. കണ്ട, അത് കാണുന്നുണ്ട് സ്യൂഡോമോണസ്. ഇതാണ് സ്യൂഡോമോണസ് കേട്ടോ. ഇത് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു ശകലെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കലക്കി, അത് ജൈവ കീടമാണത്, ജൈവ കീടമാണ്. അപ്പം നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് വേര് പിടിക്കാനും വളരാനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതാണ്. അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ചകിരിച്ചോറ് എടുത്ത ബക്കറ്റിലേക്കാണ് വെറുതെ കലക്കിയത് കേട്ടോ. ജൈവ കീടമാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മേലൊക്കെ ആയാലും. പക്ഷേ ഞാനിപ്പോൾ കുളിക്കാൻ പോണ കാരണം പിന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ മറ്റേ വലിയ സാധനങ്ങളൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, മേലായാലും കുഴപ്പമില്ലാത്തൊരു സാധനം. അപ്പം നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൊക്കെ വരണം. അപ്പോൾ പുറം പണികളൊക്കെ കഴിഞ്ഞു, ഇനി അകം പണികളാണ്.